ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 3 ചെറിയ ടോപ്പിക്സ് ആണ് നോക്കുന്നത്. മലയാളി മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ. അപ്പോൾ നമുക്ക് തുടങ്ങാം. മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ. അപ്പോൾ മലയാളി മെമ്മോറിയൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭം ആരംഭിക്കാൻ കാരണമായ സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മലയാളി മെമ്മോറിയൽ ആണ്. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭം ആരംഭിക്കാൻ കാരണമായ സംഭവമാണ് മലയാളി മെമ്മോറിയൽ. ഇനി ഇതിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നുള്ളതായിരുന്നു ഇതിൻ്റെ മുദ്രാവാക്യം. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയതാരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നുള്ളതാണ് അതിൻ്റെ മുദ്രാവാക്യം. ഇനി ഇതേ പേരിൽ ലഘുലേഖ എഴുതിയിട്ടുണ്ട് ഒരാൾ. അതാരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. എത്ര പേർ ഒപ്പിട്ട നിവേദനമാണ് മലയാളി മെമ്മോറിയലിൻ്റെ പ്രകാരം സമർപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ എത്ര പേരാണ്? 10,028 പേരാണ്. 10,028 പേർ ഒപ്പിട്ട നിവേദനമാണ് സമർപ്പിക്കപ്പെടുന്നത്. ഉന്നത ജോലികളിൽ തദ്ദേശീയർക്ക് നൽകുക എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ ലക്ഷ്യം. അപ്പോൾ മലയാളി മെമ്മോറിയലിൻ്റെ ലക്ഷ്യം എന്താണ്? ഉന്നതമായ ജോലികൾ, തിരുവിതാംകൂറിലെ ഉന്നതമായ ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്നുള്ളതാണ് മലയാളി മെമ്മോറിയലിൻ്റെ ആവശ്യം. തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായി ആരുടെ നേതൃത്വത്തിൽ വന്നതാണിത്? ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,028 പേർ ഒപ്പിട്ട ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി. ഇനി എന്നാണ് ഈ നിവേദനം സമർപ്പിച്ചത്? 1891 ജനുവരി 1 ആർക്ക് സമർപ്പിച്ചു? അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിക്കുന്നത്. അപ്പോൾ ആരാണ് ഇതിന് മുൻകൈ എടുത്തത്? GP പിള്ളയാണ്. 10,028 പേരാണ് ഒപ്പിട്ടത്. മലയാളി മെമ്മോറിയലിലെ ആദ്യത്തെ ഒപ്പുവെച്ചത് ആരാണ്? KP ശങ്കരമേനോനാണ്. ഇതിൽ ആദ്യത്തെ ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. ഇനി അതിൽ മൂന്നാമതായിട്ട് ഒപ്പുവെച്ച ആളാണ് ഡോക്ടർ പൽപ്പു. മൂന്നാമതായിട്ട് ഒപ്പുവെച്ചതാരാണ്? ഡോക്ടർ പൽപ്പു ആണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ ദിവാൻ ആരായിരുന്നു ചോദിച്ചാൽ ആരാണ്? T രാമറാവു ആണ്. മലയാളി മെമ്മോറിയലിൻ്റെ സമയത്തെ ദിവാൻ ആരായിരുന്നു ചോദിച്ചാൽ ആരാണ്? T രാമറാവു ആണ്. ഇനി ഇതിനു വേണ്ട നിയമസഹായം നൽകിയത് ആരാണ്? എഡ്ലി നോർട്ടൺ ആണ്. മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിയമസഹായം നൽകിയ വ്യക്തിയാണ് എഡ്ലി നോർട്ടൺ. എഡ്ലി നോർട്ടൺ എന്ത് ചെയ്തു? നിയമസഹായം നൽകി. ഇനി മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാരാണ്? CV രാമൻ പിള്ളയാണ്. CV രാമൻ പിള്ളയാണ് മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ. മിതഭാഷി എന്ന പത്രത്തിലൂടെ മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻ പിള്ള എഡിറ്റോറിയൽ എഴുതി. പിന്നീട് ഇത് വിദേശ മേധാവിത്വം എന്ന പേരിൽ പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മിതഭാഷയിൽ CV രാമൻ പിള്ള എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മലയാളി മെമ്മോറിയലിനെ പറ്റി. അത് പിന്നീട് പുസ്തകമായി. അതിൻ്റെ പേരെന്താണ്? വിദേശീയ മേധാവിത്വം എന്നാണ്. എതിർ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ, ഹിന്ദു മലയാളികൾ, അതുപോലെ ക്രൈസ്തവ മലയാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗത്തിലുള്ള ആളുകൾ ചേർന്ന് ഒപ്പിട്ട ഒരു മെമ്മോറിയൽ 1891 ജൂൺ 3 തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. അപ്പോൾ എന്തിനെതിരെയാണ് ഇത് വന്നത്? മലയാളി മെമ്മോറിയലിനെതിരെ വന്നതാണ് എതിർ മെമ്മോറിയൽ. അത് സമർപ്പിക്കപ്പെടുന്നത് 1891 ജൂൺ 3 ഇതിന് ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തത്? E രാമയ്യർ, അതുപോലെ രാമനാഥൻ റാവു എന്നിവരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ എതിർ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? E രാമയ്യരും രാമനാഥൻ റാവുമാണ്. ഇനി ഈഴവ മെമ്മോറിയൽ. ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ സമർപ്പിച്ച നിവേദനമാണിത്, ഈഴവ മെമ്മോറിയൽ.
ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ സമർപ്പിച്ച നിവേദനമാണിത്, ഈഴവ മെമ്മോറിയൽ. ഇതിൽ എത്ര പേരാണ് ഒപ്പിട്ടത്? 13,176 പേരാണ് ഒപ്പിട്ടത്. 13,176 പേരാണ് ഇതിൽ ഒപ്പിട്ടത്. ഇത് എപ്പോഴാണ് സമർപ്പിക്കുന്നത്? 1896 സെപ്റ്റംബർ 3-നാണ്. 1896 സെപ്റ്റംബർ 3-ന് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനാണ് ഇത് സമർപ്പിക്കുന്നത്. അപ്പോൾ 1896 സെപ്റ്റംബർ 3-ന് സമർപ്പിച്ചു. 13,176 പേരൊപ്പിട്ടു. നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. ഇനി ഈ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്ന സമയത്തെ ദിവാൻ ആരായിരുന്നു ചോദിച്ചാൽ ആരാണ്? ശങ്കര സുബ്ബയ്യയാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്ന സമയത്തെ ദിവാൻ ആരായിരുന്നു? ശങ്കര സുബ്ബയ്യയാണ്. ഇനി ഇതിന് പ്രകാരം നടപടികളൊന്നും ഉണ്ടാവാത്ത സ്ഥിതിക്ക് രണ്ടാമതൊരു ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടു. അത് 1900-ലാണ് സമർപ്പിക്കുന്നത്. 1900-ൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടു. ഇനി ഇത് ആർക്കാണ് സമർപ്പിച്ചത്? കഴ്സൺ പ്രഭുവിനാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. അപ്പോൾ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? കഴ്സൺ പ്രഭുവിനാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ടോപ്പിക്കാണെന്ന് നോക്കിയത്. എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.